ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അമേരിക്കൻ ചോപ്സിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നൂഡിൽസിൻ്റെ ഒരു റോളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അമേരിക്കൻ ചോപ്സി ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ നൂഡിൽസ് വേവിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ദേ വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കേട്ടോ. നൂഡിൽസ് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിലേക്ക് ഇടുന്നിട്ട് ഇത് കുക്കായി വറ്റുക. അതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഈ നൂഡിൽസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ എല്ലാ സൈഡിലും ഓയിലാവണം. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നൂഡിൽസ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഈ നൂഡിൽസിൻ്റെ ചൂടാറി വരട്ടെ കേട്ടോ. അപ്പോൾ നൂഡിൽസിൻ്റെ ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ വേണം നമ്മൾ ഇപ്പോൾ അമേരിക്കൻ ചോപ്സിലേക്കും നമ്മൾ ചിക്കൻ എടുക്കാനായിട്ട്. അപ്പോൾ ഈ കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഇനി മസാല പുരട്ടാനായിട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഒന്നാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എടുക്കണ രീതി എന്ന് പറയുമ്പോൾ ഞാൻ ഇച്ചിരി ആയിട്ട് ഫ്രൈ ആയി എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇനി കൂടുതൽ ഫ്രൈ ആവണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നല്ല പോലെ ഫ്രൈ ആവണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് നല്ല പോലെ മുറുക്കമാക്കി എടുക്കണില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ഞാനതുകൊണ്ട് അങ്ങനെ ആക്കി എടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഈ നൂഡിൽസിൻ്റെ ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതിന് കറക്റ്റ് കണക്ക് പറയണില്ല, ഇട്ടതിന് ശേഷം പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ നൂഡിൽസ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ നൂഡിൽസിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് അറിയാമല്ലോ, അത് ആ വെള്ളത്തിൻ്റെ അംശം തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി കോൺഫ്ലവറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടി കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഞാൻ പറയാം ഇനി വേണമെന്ന്. അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ജസ്റ്റ് ഒന്ന് കവറായി പോയിട്ടുണ്ട്. ഇപ്പോൾ 2 ടീസ്പൂണാണ് ഞാൻ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കണ നൂഡിൽസിൻ്റെ അളവിനനുസരിച്ച്, അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചൂടാറിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു വെള്ളത്തിൻ്റെ അംശം തോന്നുകയാണെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ.
ചെറിയൊരു ചൂടല്ല, നല്ല പോലെ ചൂടായി വരണം. എപ്പോഴും നൂഡിൽസ് നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുകയാണെങ്കിൽ ഓയിൽ നല്ല പോലെ ചൂടായി വരണം. അപ്പോൾ ഇത് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നൂഡിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ഇത് നൂഡിൽസിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നൂഡിൽസിൻ്റെ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള നൂഡിൽസും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നൂഡിൽസ് എല്ലാതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 3 റോളായിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള സോസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ഉണ്ട വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇളക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാബേജ്, ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അമേരിക്കൻ ചോപ്സിയുടെ സോസിലേക്ക്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലെ നീട്ടത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്ന് നല്ല പോലെ ചൂട് കയറ്റിയാൽ മതി, നല്ല പോലെ വാടി വരണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പച്ചക്കറികളെല്ലാം അതും നല്ലപോലെ ചൂട് കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ സോയ സോസാണ് ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുക. കാൽ കപ്പ് ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 2.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നോർമൽ വാട്ടറാണ് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളവും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം ഇത് കണ്ടിന്യൂസ്ലി ഒരു 5 മിനിറ്റ് ഇത് കിടന്ന് തിളക്കട്ടെ കേട്ടോ. 5 മിനിറ്റ് കണ്ടിന്യൂസ്ലി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് കേട്ടോ അത് ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് കുറുകി വരും കേട്ടോ. നമ്മൾ കണ്ടില്ലേ വെള്ളം പോലെ ഇരിക്കുന്ന ഈ സോസ് ഒന്ന് കുറുകി വരും. കണ്ടില്ലേ, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അമേരിക്കൻ ചോപ്സിയുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സോസും നൂഡിൽസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതുപോലത്തെ റോള് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, ആ നൂഡിൽസിനെ ഇതുപോലെ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ നൂഡിൽസ് ഇതേപോലെ പൊട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഇല്ലേ, ആ സോസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ സോസ് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അമേരിക്കൻ ചോപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് കഴിക്കുക. ഇത് സോസ് ഒഴിച്ചതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ കഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ആകെ കുതിർന്നു പോകും. അപ്പോൾ ഫൈനലി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടാവും, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു കറുമുറു ടേസ്റ്റും ഒരു സ്വീറ്റ്നെസ്സും ഒക്കെ കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് ഒഴിച്ചതിന് പിന്നാലെ തന്നെ കഴിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.